Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോ സികഷ്ണ നഗരത്തിന്റെ രൂപം നമ്മൾ കണ്ടു. അതിനുശേഷം ആ ഡ്രാസ്റ്റ് സിറ്റി കാണിക്കുകയാണ്. ആ ഒരു വലിയ ചുമര് ഇടിഞ്ഞു വീണതില് ഇപ്പോ ആ ഒരു സിറ്റി പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ്. സോൾജിയർ ആണെങ്കിൽ വിളിച്ചു പറയും, ഇവിടെ ഒരാൾക്ക് ജീവനുണ്ട്, എങ്ങനെയെങ്കിലും അവർ രക്ഷിക്കണം. ആക്ച്വലി ഇത് മറ്റാരുമല്ല, ആ ഹിച്ച് എന്ന പേരുള്ള ലേഡിയാണ്. അങ്ങനെ പരിക്ക് പറ്റിയവരെയും ജീവനുള്ളവരെ എല്ലാവരെയും സോൾജിയേഴ്സ് രക്ഷിക്കുകയാണ്. ഗ്രാൻഡ്മ ആണെങ്കിൽ വിഷമത്തോടെ കരയാനായിട്ട് തുടങ്ങും. എന്റെ വീട് മുഴുവൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയി, അതിന് കാരണക്കാരൻ അയർനാണെന്ന് പറയും. മറ്റൊരു ഭാഗത്ത് ഒരു പറ്റ ആൾക്കാർ, അവരാണെങ്കിൽ പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ മകൻ കല്ലുകൾക്കിടയിൽ വീണ് മരണപ്പെട്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ ഈ പേരിനെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും. ഇതിനെല്ലാം കാരണക്കാരൻ ആ എറിനാണ്. ഉടനെ ഓപ്പോസിറ്റുള്ള ടീമാണെങ്കിൽ അവരോട് പറയും, ഒരിക്കലും അല്ല, നമ്മുടെ ഈ ഒരു ഐലാൻഡിനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മളെ നശിപ്പിക്കാൻ വരുന്ന ബാക്കിയുള്ള രാജ്യങ്ങളെ അവരെ ഇല്ലാതാക്കാനുമാണ് എറിൻ ഇപ്പൊ ഈ മതിലുകൾക്കുള്ളിലുള്ള ആ ടൈറ്റൻസിനെ എല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നത്. സോ എറിൻ ഹീറോ ആണ്. പിന്നെ രണ്ട് ടീമുകളും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ് തർക്കം. ഇവിടെ ഹിച്ചിനാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടില്ല. അതേസമയം കുതിരവണ്ടികളിൽ കുറച്ചു പേര് അവിടേക്ക് വരികയാണ്. അവൾക്കാണെങ്കിൽ സിഗാഷ്ണയിൽ എന്താണ് ശരിക്കും നടക്കുന്നതെന്ന് മനസ്സിലാവില്ല. അവൾ ടെൻഷനായി ഡോർ തുറന്ന് അകത്തേക്ക് വരും. ഹിച്ചാണെങ്കിൽ ഫ്ലോറിലേക്ക് നോക്കും. ആരോ നടന്നുപോയ ഒരു ഫുട് പ്രിന്റ് അത് അവൾ ശ്രദ്ധിക്കുകയാണ്. അവൾ ആ ഫുട് പ്രിന്റ് ഫോളോ ചെയ്ത് അകത്തേക്ക് വരും. അടുത്ത നിമിഷം ഒളിച്ചിരുന്ന ആനി ആണെങ്കിൽ അവളുടെ വാ പൊത്തിപ്പിടിച്ച്, മിണ്ടി പോരുത്, നിന്റെ ആ ജാക്കറ്റ് അതെനിക്ക് തരാൻ പറയും. പക്ഷെ ഹിച്ചാണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ ആനി അങ്ങനെ ഉയർത്തിയെടുത്ത് കറക്കി നിലത്തടിക്കും. കാരണം ആനി ഇപ്പോ നല്ല രീതിയിൽ ടയേർഡാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് അവൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു. ഹിച്ചാണെങ്കിൽ ആനിയെ തിരിച്ചു കിടത്തി അവളുടെ കൈ കെട്ടി ബാക്കിയുള്ള ആൾക്കാരെ സഹായത്തിനായിട്ട് അവിടേക്ക് വിളിക്കും. ആ സമയം ആനി ആണെങ്കിൽ കട്ട് ചെയ്ത് അവളുടെ കൈ കാണിച്ചു കൊടുക്കും. ഏത് സമയം വേണമെങ്കിലും ഞാൻ ടൈറ്റനായി മാറും. അതുകൊണ്ട് ഹിച്ചിനാണെങ്കിൽ അല്പം ഭയം തോന്നും. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ അവളാണെങ്കിൽ ആനിയോട് പറയും, ഇത് കണ്ടൊന്നും ഞാൻ ഭയപ്പെടാൻ പോകുന്നില്ല, നീ ഓൾറെഡി ടയേർഡാണ്, നിനക്ക് അതിന് കഴിയില്ല എന്ന് പറയും. ആ സമയം ഹിച്ചിന്റെ ശബ്ദം കേട്ട് കുറച്ചുപേർ അവിടേക്ക് വന്ന് ഡോർ നോക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഹിച്ചിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഹിച്ചാണെങ്കിൽ പുറത്തുള്ളവരോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആനിയെ നൈസായിട്ട് കുതിരകളുള്ള ആരയിലേക്ക് കൊണ്ടുവരും. എനിക്ക് നിന്നെ വീണ്ടും വീണ്ടും കാണാൻ വെറുപ്പാണ്. മാത്രമല്ല നീ ഇപ്പോൾ ഒരു ടൈറ്റനായി മാറിയാൽ അത് അപകടം തന്നെയാണ്. സോ നിനക്ക് ഈ കുതിരകളിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാന്ന് പറയും. ഉടനെ ആനി ആണെങ്കിൽ ഇപ്പൊ അവളെ കളിയാക്കാനായിട്ട് തുടങ്ങും. ആനി ആണെങ്കിൽ ഇപ്പൊ അവളോട് താങ്ക്സ് പറയും. സത്യത്തിൽ നീയും കുറച്ചു പേരും അവിടെ നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് വിദൂരത്തിൽ എന്നതുപോലെ കേൾക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നു. അതിലൂടെയാണ് പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇച്ചാണെങ്കിൽ ഒരു സെക്കൻഡ് അത് കേട്ട് ഞെട്ടും. അങ്ങനെ ഒരു ട്വിസ്റ്റ് അത് അവൾ പ്രതീക്ഷിച്ചതല്ല. അവളാണെങ്കിൽ ഇപ്പൊ വീണ്ടും ഹിച്ചിനോട് ചോദിക്കും, ശരിക്കും എറിൻ ഈ ലോകത്തെ നശിപ്പിക്കാനായിട്ട് പോവാണോ? അതിനവളാണെങ്കിൽ മറുപടി പറയാതെ ആനയം കയറ്റി കുതിരയിൽ പുറത്തേക്ക് വരികയാണ്. അപ്പൊ അവൾ കാണും ദൂരത്തായിട്ട് ആ റംബ്ലിംഗ് നടക്കുന്നത്. അവരാണെങ്കിൽ ചുറ്റും നോക്കും. ആ വാൾ ടൈറ്റൻസ് നടന്നുപോയ വലിയ കാൽത്തടങ്ങൾ അത് കാണുകയാണ്. മാത്രമല്ല അവരുടെ കാലിന്റെ ഇടയിൽപ്പെട്ട് ഒരുപാട് മനുഷ്യർ അങ്ങനെ ചതഞ്ഞ് മരിച്ചു കിടക്കുന്ന അവർ കാണും. ആനിയെ സംബന്ധിച്ചിടത്തോളം എൽഡിയൻസിന്റെ മുൻ തലമുറ അവർ ചെയ്ത തെറ്റ് അത് തിരുത്തണം, ലോകത്തെ രക്ഷിക്കണം. അതാണ് അവളുടെ ആഗ്രഹവും ലക്ഷ്യവും. പിച്ചാണെങ്കിൽ അവളോട് പറയും, ആർമിന്റെ നിർദ്ദേശപ്രകാരമല്ലേ നീ അടക്കം കുറച്ചു പേർ ഇവിടേക്ക് വന്നതും കാര്യങ്ങൾ ചെയ്തതും. ഇപ്പോ അതെല്ലാം തന്നെ തലകീഴായി മറിഞ്ഞു അല്ലേ? അതിന് ആനി ആണെങ്കിൽ ക്യാഷ്ലായിട്ട് പറയും, സത്യത്തിൽ ലോകത്തെ രക്ഷിക്കുക എന്നത് എന്റെ ലക്ഷ്യമേ ആയിരുന്നില്ല എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവളുടെ ഫ്ലാഷ് ബാക്ക് പറയും. ചെറുപ്പത്തില്, അതായത് ആനിയുടെ വളരെ ചെറുപ്പത്തിൽ, അവൾ പൊടിക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവളുടെ പാരന്റ്സ് ആണെങ്കിൽ അവളെ ഉപേക്ഷിച്ചു പോയി. ആനിയുടെ അമ്മ ഒരു മാർലിയനും അച്ഛൻ ഒരു എൽഡിയനും ആയിരുന്നു. അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ തന്നെ അവളെ ഉപേക്ഷിച്ചത്. ആ സമയത്ത് ഇന്റർമെൻ സോണിലുണ്ടായിരുന്ന ഒരു എൽഡിയൻ അവളെ എടുത്ത് വളർത്താനായിട്ട് ആരംഭിച്ചു. അവളൊരു ചെറിയ കുട്ടിയാണെന്ന് കരുതി കുട്ടികളെ പോലെ ആയിരുന്നില്ല അദ്ദേഹം അവളെ വളർത്തിയത്. ഒരു വാരിയർ ആവണമെന്ന് പറഞ്ഞ് അവൾക്ക് കഠിനമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തു. വാരിയറായ മാത്രമേ നമുക്കൊരു നല്ല ലൈഫ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവളെ ഉപദ്രവിച്ചു. ടൈറ്റനായി മാറുന്ന ആ ഒരു വാരിയർ ടീമിലേക്ക് അവൾ പോയി ചേരുകയാണെങ്കിൽ അവളോടൊപ്പം അവളുടെ ഫാമിലിക്കും നല്ലൊരു ലൈഫ് കിട്ടും. മാത്രമല്ല മാർലിയൻസിന്റെ പുച്ഛത്തിൽ നിന്നും അവഗണനയിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും. ആണെങ്കിൽ അവളുടെ മുഖത്ത് അറഞ്ചം പുറഞ്ചം അടിച്ച് വീണ്ടും വീണ്ടും കഠിനമായിട്ട് ട്രെയിനിങ് ചെയ്യിപ്പിക്കും. അങ്ങനെ കുറച്ചു നാളത്തെ ട്രെയിനിങ്ങിന് ശേഷം അവൾ സ്ട്രോങ് ആയി മാറി അവളെ എടുത്തു വളർത്തിയ അച്ഛനെ തന്നെ ആഞ്ഞടിക്കും. അവളുടെ കയ്യിൽ നിന്ന് അത്ര അടി കിട്ടിയിട്ടും ഒരുപാട് വേദന എടുത്തിട്ട് പോലും ആളാണെങ്കിൽ അവളെ നോക്കി ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് അവൾ അത്ഭുതപ്പെടും. അദ്ദേഹം ചിരിക്കാൻ കാരണം മറ്റൊന്നുമല്ല, അവൾക്കിപ്പോൾ ആയുധങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഫൈറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതിനുശേഷം ആനിയുടെ മനസ്സ് അത് കല്ലായി മാറി. ആര് ജീവിച്ചാലും ആര് മരിച്ചാലും അവൾക്ക് യാതൊരു കുഴപ്പമില്ല. മറ്റുള്ളവരുടെ ലൈഫ് മാത്രമല്ല, എന്റെ ലൈഫിനും ഞാൻ വലിയ വാല്യൂ അതൊന്നും കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഇൻസിഡന്റ് അത് നടക്കുന്നത് വരെ. മറ്റൊന്നുമല്ല, ഞാന് ബർണോൾഡ് റെയ്നർ
മാർഷൽ അവരെല്ലാവരും പാരഡൈസ് ഐലാൻഡിലേക്ക് പോവാനായിട്ട് തയ്യാറെടുക്കുന്ന ആ നിമിഷം അവളുടെ വളർത്തച്ഛൻ അവിടേക്ക് വന്ന് അവളോട് ക്ഷമ പറയും. ഞാൻ നിന്നെ നല്ല രീതിയിലല്ല വളർത്തിയത്, ഞാൻ ചെയ്ത തെറ്റുകൾ എനിക്ക് മനസ്സിലാവുന്നു, ദയവ് ചെയ്ത് നീ ജീവനോട് കൂടെ തിരികെ വരണം എന്ന് അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ കണ്ണുനീര് കണ്ടതിന് ശേഷമാണ് എന്റെ മനസ്സ് മാറിയത്. ഞാൻ തിരികെ വരുമെന്ന് എന്റെ അച്ഛന് വാക്ക് കൊടുത്തിട്ടുണ്ട്, സോ ഉറപ്പായാലും എനിക്ക് തിരികെ പോകണം. ഞാൻ ഇത്രയും കാലവും ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് എനിക്കറിയാം. ആനി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഹിച്ച് ആണെങ്കിൽ അവളോട് താങ്ക്സ് പറയും. ആദ്യമായിട്ടാണ് നീ ഇത്രയും തുറന്ന് സംസാരിക്കുന്നത്. നീ ഇനി ഇവിടുന്ന് പോയിട്ട് തിരികെ വന്നാലും ഇവിടെ കാണാൻ പോകുന്നത് തകർന്നു കിടക്കുന്ന കുറെ ബിൽഡിങ്ങുകൾ മാത്രമായിരിക്കും എന്ന് പറയും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ ടൈറ്റൻസ് അങ്ങനെ പതിയെ നടന്നു പോകുന്നത് കാണിക്കുന്നതാണെങ്കിൽ ഇപ്പൊ ലോകത്തുള്ള എല്ലാ എൽഡിയൻസിനും ഒരു മുന്നറിയിപ്പ് കൊടുത്ത് അവന്റെ റംബ്ലിംഗ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ മാർലിയൻ നാട്ടിലുള്ള എൽഡിയേഴ്സ് ആണെങ്കിൽ ആ കാര്യം മാർലിയൻസിനെ അറിയിക്കുകയാണ്. ഈ ലോകം മുഴുവൻ നശിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം. അത് അവിടെയുള്ള എൽഡിയൻസ് ആണെങ്കിൽ പരസ്പരം ചോദിക്കും, എല്ലാ എൽഡിയൻസും അപ്രകാരം ഒരു ശബ്ദം കേട്ടോ എന്ന്. അവരെല്ലാവരും അത് കേട്ടു എന്ന് ഉറപ്പായതിനു ശേഷം ഇപ്പൊ ആ കാര്യം മാർലിയൻസിനെ അറിയിക്കുകയാണ്. അതിന് മാർലിയൻസ് ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, നിങ്ങളുടെ ഈ കള്ളക്കഥ അത് ഞങ്ങൾ വിശ്വസിക്കുമെന്ന് കരുതിയോ? നിങ്ങൾ എൽഡിയൻസ് എല്ലാം തന്നെ വളരെ മോശമായിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാം. ഇവിടേക്ക് ആരും വരാൻ പോകുന്നില്ല, ആരും നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ എൽഡിയൻസ് ആണെങ്കിൽ നിർത്താതെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാർലിയൻസിനാണെങ്കിൽ അത് ട്രിഗർ ആവും. ആനിയുടെ അച്ഛനെ അടക്കം ഒരുപാട് പേരെ അവരാണെങ്കിൽ ഇപ്പോൾ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും. ഒരു സെക്കൻഡ് അവൾ തിരികെ വരുമെന്ന് വാക്കു കൊടുത്ത കാര്യം ആലോചിച്ച് ഇപ്പൊ ബഹളം ഉണ്ടാക്കുകയാണ്. അടുത്ത നിമിഷം ഒരു ബുള്ളറ്റിന്റെ ശബ്ദം കേൾക്കും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ മൊട്ടത്തലയൻ ട്രെയിലറിനെ കാണിക്കുകയാണ്. ആളുടെ ദേഹത്താണെങ്കിൽ കുറച്ച് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് പരിക്ക് പറ്റിയ ഭാഗത്ത് മെഡിസിനൊക്കെ വെച്ചു കൊടുക്കും. ഉടനെ 2 ജൂനിയേഴ്സ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് എത്രയും വേഗം സേഫായ സ്ഥലത്തേക്ക് മാറണമെന്ന് പറയും. ഇവിടെ മുഴുവൻ നേഗറിന്റെ ഫോളോവേഴ്സ് ആണ്. അതിന് അദ്ദേഹം പറയും, നമ്മളിപ്പോ എവിടേക്കാണ് രക്ഷപ്പെട്ടു പോകേണ്ടത്? സോൾജേഴ്സ് എല്ലാവരും ടൈറ്റനായി മാറി. അവർ നമ്മുടെ കൈകൊണ്ട് തന്നെയാണ് നമ്മൾ കൊന്നു കളഞ്ഞത്. മാത്രമല്ല ഇവിടെ ഉള്ളവർ നമ്മൾ വെറുതെ വിടില്ല. ഇത്രയും പ്രായം എനിക്ക് ഇനി ഏതെങ്കിലും മലയുടെ മുകളിലോ ഗുഹയിലോ ഒന്നും താമസിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തുകൊണ്ട് മരിച്ചു പോകുന്നത് തന്നെയാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സോൾജേഴ്സ് ആണെങ്കിൽ അദ്ദേഹത്തോട് പറയും, ഒരു കാരണവശാലും അങ്ങനെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ പോരാടും. അതിന് ആ ഒരു ട്രെയിനർ പറയും, അതിന്റെ യാതൊരു ആവശ്യവുമില്ല. എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ടൈമോ ടിഫോ വേസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. നന്നായിട്ട് ട്രെയിനിങ് എടുക്ക്. തൽക്കാലം ആ ഏകറിസ്റ്റുകളെ ഫോളോ ചെയ്യും. നിങ്ങൾ ഒരുപാട് ട്രെയിനിങ് എടുത്ത് ഡെവലപ്പ് ചെയ്ത് വലിയ പൊസിഷനിലേക്ക് പോയി നിങ്ങൾക്കൊരു സമയം വരുമ്പോൾ നിങ്ങൾ ആരാണെന്ന് കാണിച്ചു കൊടുക്ക്. കട്ട് ചെയ്ത ആർമിനാണെങ്കിൽ എങ്ങനെയെങ്കിലും കോണിയെ തടയാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അതിന് വികാസ് പറയും, ഇനി പ്ലാൻ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അവൻ ഓൾറെഡി ചിലപ്പോൾ അവന്റെ അമ്മയുടെ അടുത്ത് എത്തിക്കാണും. മാത്രമല്ല കോണിയോട് നീ റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അവൻ അവന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ആർമിൻ പറയും, എങ്ങനെയെങ്കിലും എനിക്കത് ചെയ്തേ പറ്റൂ. അതല്ല എങ്കിൽ വീണ്ടും 1000 വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെ ഈ വാർ സ്റ്റാർട്ട് ചെയ്തോ അതുപോലെ തന്നെ വീണ്ടും 2 ഭാഗങ്ങളായി പിരിഞ്ഞ് വാർ വീണ്ടും സ്റ്റാർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോ ഫാൽക്കോയെ തിരികെ പിടിക്കുകയാണെങ്കിൽ ഉറപ്പായാലും റെയ്നറും ടീമും നമ്മളോടൊപ്പം നിൽക്കും. ഫാൽക്കോയും ഗ്യാബിയും ഒക്കെ ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ യാതൊന്നും പേടിക്കാനില്ല. സോ എങ്ങനെയെങ്കിലും ഇത് ചെയ്തേ പറ്റൂ. ഇപ്പൊ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കോണിയോട് പറയും, നിന്റെ അമ്മ അവര് ഒരു ടൈറ്റനായി തന്നെ ഇരിക്കട്ടെ എന്ന്. നീ ടോണിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവനാണെങ്കിൽ അവളോട് പറയും. വികാസി ആണെങ്കിൽ ഇപ്പൊ എറിനെ കുറിച്ച് ചോദിക്കും. അതിന് ആർമിനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നീ ഇത് കാണുന്നില്ലേ, സിറ്റുവേഷൻ എല്ലാം വളരെ വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആനി ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് അവരെവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഈ വേഴ്സ് കണ്ടീഷനിൽ ഞാൻ എറിനെ കുറിച്ച് എന്ത് പറയാനാ? അതിന് മിക്കാസി ആണെങ്കിൽ അവനോട് ക്ഷമ പറയും. കാരണം അവളുടെ ചിന്ത എപ്പോഴും എറിനെ കുറിച്ച് മാത്രമാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത സാഷയുടെ പപ്പയാണെങ്കിൽ ഇപ്പൊ ഗ്യാബിയോടും ബാക്കിയുള്ളവരോടും പറയും, കോണി അത്ര ദുഷ്ടനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫാൽക്കോയെ പോലെ ഒരു ചെറിയ പയ്യനെ അവന്റെ ജീവൻ നശിപ്പിക്കാനായിട്ട് അവൻ തയ്യാറാവുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഉറപ്പായാലും അവനൊരു മനംമാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവരെ കോണിയുടെ അടുത്തേക്ക് അയക്കാനായിട്ട് ഇപ്പൊ സാഷയുടെ പപ്പ തയ്യാറാവും. കൈയാണെങ്കിൽ ഗ്യാബിയെ ഇപ്പൊ യാത്ര അയക്കും. ഗ്യാബിയും ആർമിനും അവർ 2 പേരും ഒരുമിച്ച് അവിടുന്ന് കടന്നു പോവാണ്. കട്ട് ചെയ്താ ഇവിടെ ഫ്ലോക്ക് ആണെങ്കിൽ ഒരുത്തന്റെ കയ്യിൽ അങ്ങനെ ഷൂട്ട് ചെയ്യാണ്. അതുകൊണ്ട് ജീൻ ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെടും, നീ എന്തിനാ അപ്രകാരം ചെയ്തേ? ഉടനെ അവനാണെങ്കിൽ കാഷ്വലായിട്ട് പറയും, ഇവന് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, അത് ഞാനൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തതാണ്. ജീനാണെങ്കിൽ ദേഷ്യപ്പെടും, നീ ഇപ്രകാരം അരഗൻസി കാണിക്കേണ്ട കാര്യമില്ല. അതിനവൻ പറയും, 6 മാസങ്ങൾക്ക് മുൻപ് തന്നെ എറിന് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു. ആ ഒരു ഫൗണ്ടൻ ടൈറ്റിന്റെ പവർ അത് തട്ടിയെടുക്കുമെന്നും അതിനുശേഷം ഇപ്രകാരം സർവാധികാരം പിടിച്ചെടുക്കുമെന്നും എല്ലാം തന്നെ.
ഇവിടെ ഉണ്ടായിരുന്ന വലിയ കിങ്കരന്മാരെ എല്ലാം എറിനും ടൈറ്റൻസും ചേർന്ന് ഇല്ലാതാക്കി ഈ ലോകത്ത് തന്നെ അവരിപ്പോ കൈപ്പിടിയിലാക്കാൻ പോവാണ്. സോ നിങ്ങളിൽ ആരെങ്കിലും എൽഡിയൻസിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അത് പറയാം, തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു പറഞ്ഞ് അവനങ്ങനെ അവരെ നോക്കി പൊട്ടിച്ചിരിക്കും. ഇത് കേൾക്കേണ്ട താമസം കയ്യിൽ ബുള്ളറ്റ് കൊണ്ട് അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിന്റെ മുൻപിൽ തല വണങ്ങി നിൽക്കുന്നതിനെ കഴിഞ്ഞ് നല്ലത് മരിക്കുന്നതാണ്. അടുത്ത നിമിഷം അവൻ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. ജീൻ ആണെങ്കിൽ അത് കണ്ട് ഫ്രീസ് ആവുകയാണ്. മിക്കാസെ ആണെങ്കിൽ യുദ്ധം കേട്ട് മുകളിലേക്ക് വരും. ജീൻ ആണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ അവനങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. ഉടനെ ഫ്ലോക്ക് ആണെങ്കിൽ ഇപ്പോൾ അവളോട് പറയും, ഞാനിവിടെ നമ്മുടെ ശത്രുക്കളെ ഓരോരുത്തരായിട്ട് കൊന്നുകളയാണ്. എർനാൻ ടീം പുറത്തുള്ള ശത്രുക്കളെ ഇല്ലാതാക്കുമ്പോൾ ഞാനിവിടെ അകത്തുള്ള ശത്രുക്കളെ നീക്കം ചെയ്യുകയാണ്. 4 വർഷത്തെ നരകയാതന അത് നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ജീൻ, നിനക്ക് ഇന്റീരിയർ സ്ക്വാഡിലെ വലിയൊരു പദവിയാണ് കാത്തിരിക്കുന്നത്. പോ, നിന്റെ സ്വതന്ത്രമായിട്ടുള്ള ലൈഫ് അതിനെയെങ്കിലും ഹാപ്പി ആയിട്ട് നീ ജീവിച്ചു തീർക്ക്. ഇതാ ഇവിടെ ഫാൽക്കോയെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ പതിയെ ബോധമൊക്കെ തിരികെ കിട്ടിയിരിക്കുകയാണ്. അവനാണെങ്കിൽ ചുറ്റും നോക്കും. കുതിരപ്പുറത്ത് അവൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോണി അവനെ രക്ഷിക്കാനാണ് കൊണ്ട് പോകുന്നതെന്ന് കരുതി അവനാണെങ്കിൽ ക്യാഷ്ലായിട്ട് അങ്ങനെ കുതിരപ്പുറത്തിരിക്കും. ഇനിയാണെങ്കിൽ ഒരു സെക്കൻഡ് അവന്റെ ഫാമിലിയെ കുറിച്ച് ആലോചിക്കും. ഇപ്പൊ അമ്മയെ തിരികെ പിടിക്കുക അല്ലാതെ മറ്റാരെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഇവിടെ ഫാൽക്കോ ആണെങ്കിൽ കോണി ഒരിക്കലും അവനെ ചതിക്കുമെന്ന് കരുതിയിട്ടല്ല ആ കുതിരപ്പുറത്തിരിക്കുന്നത്. എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യവുമായി നോർത്ത് സൈഡിലേക്ക് അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമാണ് ഫാൽക്കോയ്ക്ക് അറിയാവുന്നത്. അവസാനമായിട്ട് ഗ്യാബിയെ കണ്ട ഓർമ്മ മാത്രമേ ഇപ്പൊ അവന്റെ ഉള്ളിലുള്ളൂ. അവന്റെ ബ്രദർ മരിച്ചുപോയ കാര്യം പോലും അവൻ അറിയില്ല. കട്ട് ചെയ്ത മുകളിലായിട്ട് ഇപ്പൊ എയർഷിപ്പ് അത് മാർലിയൻ സിറ്റി നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. റംബ്ലിംഗ് സ്റ്റാർട്ടായ കാര്യം അവിടെയുള്ളവരെ അറിയിക്കാനായിട്ട് ഇവിടെ മകത്തും എന്റെ അസിസ്റ്റന്റും അവർ പരസ്പരം പറയും, എത്രയും വേഗം മാർലിയൻസിൽ ഈ ന്യൂസ് എത്തും. അവർ ഈ ഒരു എൽഡിയൻസിനെ തകർക്കാനും അവരെ ചെറുത്ത് നിൽക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. ആ സമയത്ത് ഹാഞ്ചി ആണെങ്കിൽ അവിടേക്ക് വന്ന് സഹായം അഭ്യർത്ഥിക്കുകയാണ്. ദൂരത്തായിട്ട് അവിടെ ലീവായെ കാണിക്കും. ലീവായുടെ ദേഹത്താണെങ്കിൽ ഒരുപാട് മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും അവൻ ഇപ്പോഴും ജീവൻ നഷ്ടമായിട്ടില്ല. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.